സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാർ കുടിശ്ശിക തീർക്കാൻ 57 കോടി അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. നിലവിൽ അനുവദിച്ച തുക അപര്യാപ്തമെന്നും പമ്പുടമകൾക്ക് മാത്രം നൽകാനുള്ളത് 200 കോടി രൂപയെന്നും പോലീസ് മേധാവി. അതേസമയം ഭരണ അനുമതിയില്ലാതെ പണം ചെലവഴിക്കുന്നുവെന്ന് പോലീസിന് ധനവകുപ്പിന്റെ വിമർശനം. ഭരണാനുമതി ഇല്ലാത്ത കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ലെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും ഗതികേട് നേരിട്ടപ്പോഴാണ് കുടിശ്ശിക തീർക്കാൻ പണം തേടി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചത്. അടിയന്തരമായി 57 കോടി 43 ലക്ഷം രൂപ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല. ആകെ അനുവദിച്ചിരിക്കുന്നത് 26 കോടി 35 ലക്ഷം രൂപയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് പര്യാപ്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. പമ്പുടമകൾക്ക് മാത്രം നൽകാനുള്ളത് 200 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതിൽ പകുതിയെങ്കിലും നൽകിയില്ലെങ്കിൽ ഇന്നു മുതൽ പോലീസ് വാഹനങ്ങൾക്ക് പമ്പുടമകൾ ഇന്ധനം നൽകില്ല. ഇതോടെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. ഇതിനിടെയാണ് ധനവകുപ്പും പോലീസും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുന്നത്. ഭരണാനുമതിയില്ലാതെ സംസ്ഥാന പോലീസ് മേധാവി തുക ചെലവഴിക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി. ഇതാണ് കുടിശ്ശിക വരാൻ കാരണമെന്നും ധനവകുപ്പ് രേഖാമൂലം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു. ഇനി മുതൽ ഭരണാനുമതിയില്ലാതെ തുക വിനിയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ധനവകുപ്പ് വ്യക്തമാക്കുന്നു. ഇതിന് സംസ്ഥാന പോലീസ് മേധാവി മറുപടി നൽകേണ്ടി വരും. ഇതോടെ തുറന്ന പോരിലേക്ക് ധനവകുപ്പും പോലീസും നീങ്ങാനാണ് സാധ്യത. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.